പേടിയില്ല എന്ന് ഞാൻ പറയണതേ ഉള്ളൂ. എനിക്ക് നിനക്ക് ഞാൻ കൂടെ വരണ്ട, അവന്റെ ഒപ്പം നീ ചാടാണ് അല്ലേ? ജീവിതത്തിന് മരണത്തിനിടയിലുള്ളത് നൂൽപ്പാലം ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടു. Hey guys, welcome back to my vlog. ഇന്ന് റോസുടെ 25th ബർത്ത്ഡേ ആണ്. സോ അപ്പൊ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് സ്കൈ ഡൈവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നേക്കാണ്. അപ്പൊ റോസുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്കൈ ഡൈവ് ചെയ്യാന്ന്. അപ്പൊ അവിടെ കുറെ പ്ലെയിൻസ് ഒക്കെ കിടക്കുന്നുണ്ട്. കണ്ടോ, മേലേന്ന് സ്കൈ ഡൈവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യത്തിന് നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഒരു റീജിയണൽ ഓസ്ട്രേലിയയിലാട്ടോ ഈ കാണുന്ന സ്ഥലം ലൊക്കേറ്റഡ്. എന്തായാലും നമുക്ക് കയറി നോക്കാം സ്കൈ ഡൈവിങ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. റോസു എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. നോക്കാം എന്താണ് ആവാൻ പോണേന്ന്. റോസു നിന്റെ കാര്യങ്ങൾ എവിടെയും വരെ ബുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ പേര് വിളിക്കും, അതുവരെ നമുക്ക് ടൈം ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു $459 കൊടുത്തിട്ടാണ് ഈ അഡ്വഞ്ചർ ചെയ്യാൻ പോണത്. നാട്ടിലെ റഫ്ലി 25,000. എന്നാലും ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണല്ലോ. സോ അവർ നമുക്ക് അവിടെ വിളിച്ചുകൊണ്ട് നമ്മൾ സ്യൂട്ടൊക്കെ ചെയ്തിട്ട് അവർ ഇൻസ്ട്രക്ഷൻസ് തരും, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെയാണ് ആ ചേച്ചി പറഞ്ഞത്. ഞാനും ആദ്യമായിട്ടാണ് ചെയ്യണത്. എനിക്ക് പേടിയില്ല എന്ന് ഞാൻ പറയണതേ ഉള്ളൂ. എനിക്ക് പക്ഷെ എനിക്ക് എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഞാൻ ടിക്ക് ചെയ്യാൻ. സോ ഞാൻ എക്സൈറ്റഡ് ആണ്. പേടിനേക്കാളും കൂടുതൽ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. നീ എന്നെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ചാടാൻ വേണ്ടി പോവാണ്. നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല, ഒട്ടുമില്ല പേടി. അപ്പൊ നിനക്ക് ഞാൻ കൂടെ വരണ്ട, അവന്റെ ഒപ്പം നീ ചാടാണ് അല്ലേ? കുഴപ്പമില്ല. നീ ട്രെയിൻഡ് അല്ല കൂടി എന്നെ കൊണ്ടുപോകാനായിട്ട്, അതുകൊണ്ടാണ്. എത്ര അടിയാണ്? 20,000 അടി. 20,000 അടി. 20,000 അടിന്ന് ചാടാൻ വേണ്ടി പോകും. അങ്ങനെ റോസുടെ പ്ലെയിൻ പറന്നു പൊന്തി. ഇനി ഒരു 20 മിനിറ്റിനുള്ളിൽ ഒരു ജമ്പ് സ്റ്റാർട്ട് ചെയ്യും. പ്ലെയിൻ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. 20,000 അടിയുടെ മേലെ നിന്നാണ് ചാടണത്. സോ അതിൽ 1 മിനിറ്റ് ഫുൾ ഫ്രീ ഫോളാണ്. സോ രസമുണ്ടാവും. വരുമ്പോൾ അറിയാം ജീവനോടെയാണോ വന്നത്. ഇൻസ്ട്രക്ടേഴ്സും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ കൂടിയിട്ട് നമ്മൾ 16 പേരായിരുന്നു ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. ഫ്ലൈറ്റ് അത്യാവശ്യം നല്ല കൺജസ്റ്റഡ് ആയിരുന്നു. ഒരു നോർമൽ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു അവസ്ഥയൊന്നായിരിക്കില്ല. പക്ഷെ അവിടെ ചാടുമ്പോൾ ഒരു വ്യൂ, എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നേന്ന്. 1 മിനിറ്റ് ഫ്രീ ഫോൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. വ്യൂവും ആ ഒരു ഫീലും ആ ഒരു പ്രഷറൊക്കെ കൂടിയിട്ട് അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാരച്യൂട്ട് ഓൺ ചെയ്ത് പിന്നെ നമ്മൾ സ്ലോയിലെ പോണ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് എന്നെ പുള്ളിക്കാരൻ ഒരു 360 ആംഗിളിൽ ഒരു കറക്കൊക്കെ ഇറക്കിയായിരുന്നു. അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ലാൻഡ് ചെയ്തു. എന്തായാലും ഞാൻ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് തന്നെ പുള്ളിക്കാരൻ വന്ന് ലാൻഡ് ചെയ്തു കേട്ടോ. ഞാൻ ആളോട് പറഞ്ഞു ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പൊ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിപ്പിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അതേപോലെ തന്നെ ആള് കറക്റ്റ് സ്ഥലത്ത് ഞാൻ ലാൻഡ് ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് നല്ല അടിപൊളി ഷോർട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. റോസു എങ്ങനെ ഉണ്ടായിരുന്നു? റോസു ജീവിതത്തിന് മരണത്തിനിടയിലുള്ളത് നൂൽപ്പാലം ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടു. ഭയങ്കര സീനാണോ? പുള്ളിക്കാരനാണ് റോസുവിനെ കൊണ്ട് പറപ്പിച്ച ചേട്ടൻ. താങ്ക്സ് ഫോർ ബ്രിങ്ങിങ് ഹർ അലൈവ്. അങ്ങനെ റോസുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഏറ്റവും വലിയ ആഗ്രഹം ചെയ്യുന്ന തീർച്ചയാണ് റോസു. അപ്പൊ നീ ഇനിയും ചെയ്യും. ബിക്കോസ് ഇത്രയും അടിപൊളി എക്സ്പീരിയൻസ് വേറെ ഒരു സാധനവും കിട്ടത്തില്ല. ഒരു റോളർ കോസ്റ്ററും തരാത്ത എക്സ്പീരിയൻസ്. 1 മിനിറ്റ് ലിറ്ററലി നമ്മൾ നിലത്തേക്ക് വെറുതെ വീഴാണ്. ലൈക്ക് ഒരു ഫോഴ്സ് ഇല്ലാണ്ട് വെറുതെ നമ്മൾ നിലത്തേക്ക് വീഴാണ് 1 മിനിറ്റ്. അത് കഴിഞ്ഞാൽ ഒരു പാരഷൂട്ട് ഓൺ ആക്കുമ്പോഴാണ് നമ്മൾ നേരെ ആവണതും നമ്മുടെ ഹാർട്ട് വീണ്ടും തിരിച്ചടിക്കണതും. എന്തായാലും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? ഓ മാൻ, അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഫ്ലൈറ്റ് തുറക്കുമ്പോ തന്നെ ഉണ്ടല്ലോ, അവര് ആ സാധനം തുറക്കൂലോ, അതിന്റെ ഡോറ് തുറക്കുമ്പോഴേക്കും ഒരു ഒരു പ്രത്യേകതരം കാറ്റൊരു പ്രഷർ എന്ന് വരും. നമ്മൾ ഏതാണ്ട് സ്വർഗത്തിലെത്തുമ്പോൾ ഒരു പ്രത്യേകതരം കാറ്റും
ഒരു ഒരു ഇതുവരെ ഞാൻ ശ്വസിക്കാത്തൊരു മണവും ഒക്കെ കൂടി വന്നിട്ട് ഓ മൈ ഗോഡ്. പക്ഷെ ഇനിയും ചെയ്യും. സംഭവം ഇത്രയും അടിപൊളിയാണ് ദാറ്റ് ലൈഫിൽ ഒരിക്കലും ഇതുപോലത്തെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അഡ്രീനാലിൻ റഷ്. എന്തായാലും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റാത്ത എൻ്റെ എല്ലാ വിഷമങ്ങളും എനിക്കുണ്ട്. ഇവരത്ര 95 കിലോ വരെയാണ് അവർ കൊണ്ടുപോവുള്ളൂ. പിന്നെ നമ്മൾ അവിടെ എക്സ്പീരിയൻസ്ഡ് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് 115 കിലോ വരെ കൊണ്ടുപോകും. പക്ഷെ ഞാൻ ഈ 2 കാറ്റഗറിയിലും വരാത്ത സ്ഥിതിക്ക് എന്നെ അവർക്ക് എന്തായാലും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഞാൻ ഇനി തടി കുറച്ച് എന്തായാലും ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു അടി നമ്മൾക്ക് ഫ്രണ്ടിലുള്ള ആൾക്കാർ ചാടുമ്പോഴേ എന്റെ ഹാർട്ട് അടിക്കാൻ തുടങ്ങി, അടിക്കാൻ തുടങ്ങി. കാരണം അയ്യോ അടുത്തത് ഇനി ഞാനാണല്ലോ. അവരൊക്കെ വീട് കണ്ടാൽ തന്നെ നമ്മൾക്ക് ലൈക്ക് തല ഇറങ്ങും. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല റോസു? 24 hours അവര് നമുക്ക് ഒറിജിനൽ ഷോർട്സ് തരും. അപ്പൊ നമ്മള് ഇതില് ആഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം. ബൈ.